ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ട് എങ്ങോട്ടാണ് പോണേന്നല്ലേ, ഞങ്ങൾ വയനാട്ടിലേക്ക് ഒരു യാത്ര പോകണം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗംഭീര മഴ അങ്ങോട്ട് വന്നു, വിട്ടെടുക്കുക. ഞങ്ങൾ കൂട്ടൊക്കെ ഇട്ട് പിന്നെ ഇറങ്ങി കേട്ടോ. എന്താണെന്നറിയില്ല, മഴ പെയ്യുമ്പോൾ ഭയങ്കര വിശപ്പാണ്, പിന്നെ ഭയങ്കര ഉറക്കം തോന്നില്ല. അതുകൊണ്ട് ഞങ്ങളൊരു കോഫിയൊക്കെ കുടിച്ചിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കോഫി കുടിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പോവുകയാണ് കേട്ടോ. നല്ല മഴയാണ്, ഒരു രക്ഷയില്ലാത്ത മഴ നിൽക്കുന്നില്ല. അതിൻ്റെ ഇടയിൽ നല്ല തണുപ്പുണ്ടായിരുന്നു. അങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ ഞാൻ ഉറങ്ങി തൂങ്ങാം. ചേട്ടൻ്റെ കാര്യം മനസ്സിലായി, ഇതൊരു നടക്കാനും പോകില്ല. അപ്പോൾ വണ്ടി സൈഡ് കമ്പനിക്ക് വന്ന ആളാ കിടന്നുറങ്ങാൻ. ഒരു രക്ഷയില്ലാത്ത മഴയാണ്, ഒരു രക്ഷയില്ല. മഴ തന്നെ മഴ, അവിടുന്ന് തുടങ്ങിയ മഴയാണ്. കണ്ടില്ലേ ഗൈസ്, ഇപ്പോഴും മഴ നിന്നിട്ടില്ല കേട്ടോ. ഞങ്ങൾ ഇപ്പോൾ മഴ നിന്നിട്ട് പോകാന്നുള്ള ഉദ്ദേശമൊന്നും നടക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾക്ക് അടുത്ത വിശപ്പായി. അങ്ങനെ ഞങ്ങൾ നമ്മുടെ ചായക്കടയൊക്കെ അന്വേഷിച്ച് താമരശ്ശേരി ചുരത്തിൻ്റെ ടൗണെത്തി ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഈ ചിരി എന്താണെന്നറിയോ, ഞങ്ങൾക്ക് വഴി തെറ്റിയത്. ഒരു 10-15 കിലോമീറ്റർ അപ്പുറം പോയിട്ടാണ് വഴി ചോദിക്കാൻ നിൽക്കുന്നത്. അപ്പം എങ്ങനെയുണ്ട് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് ചുരത്തിലേക്ക് എത്തി. അവിടെ പോയപ്പോൾ കുട്ടിമാമ ഞെട്ടി മാമ കോടാന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ. ഇതാണ് മക്കളെ കോട. കണ്ടോ കോട കണ്ടില്ലേ, ഒരു രക്ഷയില്ലല്ലോ. ഇതിൻ്റെ ഇടയിലൊരു സംഭവം വിളിച്ചിരിക്കുന്നുണ്ട്, നമ്മുടെ മിനി താജ്മഹൽ എന്നൊക്കെ പറയുന്ന പോലെ. എന്ത് രസമാണ് പോണേട്ടാ. നമ്മളെവിടേക്കാ പോണടുത്ത് ഇനി ഞങ്ങൾക്ക് രണ്ടുപേർക്കും സ്പെഷ്യലായിട്ടുള്ളൊരു സ്ഥലമുണ്ട്. അങ്ങോട്ട് പോകണമെന്നുണ്ട്, പോകാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം കേട്ടോ. കോട റോട്ടുമ്മേക്ക് എത്തിയിട്ടാ. പോകുന്ന വഴിയിൽ 2-3 ആൾക്കാർ ഇരിക്കുന്നുണ്ട്. എന്തൊരു ക്യൂട്ടാണല്ലേ. ഇതൊക്കെയാണ് നമ്മൾ കാണേണ്ടതും അല്ലേ. അങ്ങനെ ഞങ്ങൾ വയനാടിൻ്റെ മണ്ണിലേക്ക് എത്തിയിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ടെന്ന്, ആ സ്ഥലത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പോവാന്ന് പറഞ്ഞാൽ ചില്ലറ കേസൊന്നുമല്ല കേട്ടോ, അത്രയും കയറ്റങ്ങൾ മാത്രമാണ്. വേറെ വഴിയൊക്കെ ഇപ്പം സെറ്റ് ചെയ്തിട്ടുണ്ട്. 6 വർഷത്തിന് മുന്നേ അത് ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല. പക്ഷെ ആ വഴിയൊന്നും നമുക്കറിയില്ല, നമ്മൾ ഈ വഴിയല്ലേ അറിയുള്ളൂ. അപ്പം ഇങ്ങനെ കയറി പ്രായം കൂടി അയ്യോ ഇത്ര കിതയ്ക്കും. തുടക്കായിട്ടുള്ളൂ ഏട്ടാ. 6 കൊല്ലം മുമ്പൊക്കെ ഓടി കയറിയിരുന്നു. ഓ അന്ന് വയ്യ, അപ്പോഴൊക്കെ പറയോ ഇന്ന് ഈ പരിസരത്തേക്കില്ല. പക്ഷെ വരാതിരിക്കാൻ പറ്റുമോ? എന്താ റീസൺ പറയൂ. ആരെ? നമ്മുടെ ഞാൻ പറയാ 6 വർഷത്തിന് മുന്നേ ഞങ്ങളെ 2 ധ്രുവത്തിലുള്ള ഞങ്ങളെ 2 പേരെ ചേർത്ത് വെച്ച സ്ഥലമാണ്. അപ്പം നിങ്ങൾക്കും കാണിച്ചു തരാം. ഓക്കെ, കണ്ടോളൂ. ഇവിടെ വെച്ചിട്ടാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത്. അപ്പോൾ ഇനി അടുത്ത മാസത്തേക്ക് ഞങ്ങൾക്ക് 7 വർഷമാവും. എത്ര പെട്ടെന്നല്ലേ വർഷങ്ങളൊക്കെ കടന്നു പോകുന്നത്, വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിച്ചല്ലേ പറ്റൂ. മഴയും കാറ്റും ഈ ടൈമല്ലേ. ഞങ്ങൾക്ക് അവിടുത്തെ നമ്പൂതിരി പ്രസാദമൊക്കെ തന്നു കേട്ടോ. അതുപോലെ തന്നെ അവിടെ സൈഡിലായിട്ട്, അമ്പലത്തിൻ്റെ സൈഡായിട്ട് ഉള്ളൊരു വ്യൂ പോയിന്റ് ആണ്. മോനെ ഒരു രക്ഷയില്ല. അതിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്, അന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ ബ്രിഡ്ജിൻ്റെ കാര്യമാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്കാണ് ഒരു അട്ടാട്ടയ്ക്ക് കറങ്ങേണ്ട ഒരു സമയമില്ല, പിന്നെ അല്ലെങ്കിൽ സമയമില്ല. അങ്ങനെ നെക്സ്റ്റ് ഞങ്ങൾ പോകുന്നതാണ് ചൂരന്മല കേട്ടോ. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു വിഷമം തോന്നി, പോകണ്ടായിരുന്നു തോന്നിട്ടോ. പിന്നെ അത്രയ്ക്കും വിഷമിപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു. പിന്നെ അവിടെ നിന്ന് വരുന്ന വഴിക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി കേട്ടോ. നാടൻ ഫുഡാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റ് തന്നെയായിരുന്നു കേട്ടോ. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ആൾക്ക് നമ്മുടെ ഏരിയ ഒക്കെ അറിയാം. വേണ്ട കേട്ടോ ഫുഡ്. പിന്നെ ഞങ്ങൾ നേരെ പോയത് തേയിലത്തോട്ടത്തിലേക്ക് ആയിരുന്നു കേട്ടോ. അവിടെ പോയിട്ട് നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ നേരെ ഞങ്ങളൊരു സർബത്തൊക്കെ കുടിക്കാൻ വേണ്ടി കയറി. അവിടെ കുറച്ച് റെസ്റ്റ് എടുത്തു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇനി നാളെ ബാക്കി നോക്കാമെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ റൂംസൊക്കെ സെർച്ച് ചെയ്തിറങ്ങി. റൂം കിട്ടി. ഒരു 6 o'clock ആയപ്പോഴാണ് നമ്മൾ റൂമിലേക്ക് എത്തിയത് കേട്ടോ. നമ്മൾ റൂം എടുത്തത് വൈത്തിരിയിലായിരുന്നു കേട്ടോ. അവിടുത്തെ ചെക്കിംഗ് ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞിട്ട് റൂമിലോട്ട് പോയിട്ടെ ഗൈസ്. അങ്ങനെ ഞങ്ങൾ റൂമൊക്കെ തപ്പി പിടിച്ച് റൂമിലൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി ഒന്ന് ഫ്രഷ് ആവണം, ഫ്രഷായിട്ട് വരാം. ഓക്കെ. റൂംസ് ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂംസൊക്കെ ആയിരുന്നു കേട്ടോ. നമുക്ക് 2 പേർക്ക് സ്റ്റേ ചെയ്യാനുള്ള ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള റൂം തന്നെയായിരുന്നു. പിന്നെ അതേ കണ്ടോ, വീണ്ടും നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു മഴ വന്നു. പിന്നെ ഞാനും ഏട്ടനും കുറച്ച് നാട്ടുവിശേഷമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചില്ലായിട്ട് കുറച്ച് നേരം ഇരുന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയത് സ്വിമ്മിംഗ് പൂളിലായിരുന്നു കേട്ടോ. അവിടെ ചെന്നപ്പോഴാണ് രസം എന്താണെന്ന് അറിയണ്ടേ. ഇവിടെ ഒരാളിപ്പോൾ അത് വലിയ ഡയലോഗൊക്കെ അടിച്ചിട്ട് വെള്ളത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പോയ സ്പോട്ടിലാണ് ഇപ്പോൾ തിരിച്ച് കയറി വരും. എന്താ കാര്യം വെച്ചാൽ നമുക്ക് നല്ല മഴ ആയതുകൊണ്ട് തന്നെ വെള്ളത്തിന് ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. അപ്പോൾ രക്ഷയില്ല, ആൾക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. ആൾ കണ്ട വഴി ഓടുന്ന സീനാണ് ഇപ്പോൾ ഇങ്ങനെ കാണുന്നത് വരച്ചിട്ട്. പിന്നെ ഞങ്ങൾ വിചാരിച്ചു മഴയൊക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷം വരാമെന്ന്. അങ്ങനെ നേരെ പോയത് നമ്മൾ ക്യാരംസ് കളിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഷട്ടിൽസും ഉണ്ടായിരുന്നു.
പിന്നെ മഴ മാറുന്ന ലക്ഷണമില്ല എന്ന് തോന്നിയപ്പോൾ പിന്നെ ഞങ്ങൾ പുള്ളോട്ട് വന്നു. പിന്നെ എൻ്റെ ഈ പ്രകടനം ഇങ്ങനെ തണുത്തിട്ടാണ്, വേറെ ഒന്നല്ല. ഇറങ്ങിയപ്പോൾ പിന്നെ ഓക്കെ ആയിട്ടോ, നമ്മൾ ഫുള്ള് നനഞ്ഞപ്പോൾ പിന്നെ ഓക്കെ, പിന്നെ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവിടുത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അടുത്തുള്ള ഒരു താജ് റെസ്റ്റോറൻറ്റിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെയായിരുന്നു നമ്മുടെ 1ാം ദിവസത്തെ വയനാട്ടിലെ വിശേഷങ്ങൾ കേട്ടോ. ഇനി സെക്കൻഡ് ഡേ ഓഫ് വയനാട്ടിലെ വിശേഷങ്ങളായിട്ട് വരുന്ന വഴിക്കും ബൈ.